ഇത് നമ്മൾ, ഇത് അവർ. നമ്മൾ അവരെ വഴക്കു പറയുന്നു, നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നു. ഏറ്റവും ആദ്യം ആർക്കാണ് ദേഷ്യം അനുഭവപ്പെടുന്നത്? ആരുടെ ബ്ലഡ് പ്രഷറാണ് ആദ്യം വർദ്ധിക്കുക? ആർക്കാണ് BP കൂടുക? ദേഷ്യപ്പെടേണ്ട ആളുടെ BP അധികമാകേണ്ട കാര്യമുണ്ടോ? ആരോടാണോ ദേഷ്യപ്പെടുന്നത് അവരുടെ BP അല്ലേ വർദ്ധിക്കേണ്ടത്? ആരുടെ ശ്വാസഗതിയാണ് വർദ്ധിക്കുക? ആരുടെ സംസാരമാണ് ഉച്ചത്തിലാവുക? ആരുടെ പൾസാണ് മാറാൻ തുടങ്ങുന്നത്? കൊടുക്കുന്നയാൾക്കാണ് ഇതൊക്കെ സംഭവിക്കാറുള്ളത്. വാങ്ങിക്കുന്നയാൾക്ക് ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങൾ ദിവസവും ഒരാളെ വഴക്കു പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്കത് ശീലമാകും. പിന്നെ അവർ മനസ്സിൽ ചിരിക്കാൻ തുടങ്ങും. ഇതൊന്നും അറിയാതെ നമ്മൾ അവരെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു നിയമമാണ്. ഈ നിയമത്തെ നമുക്ക് വീണ്ടും ഫിക്സ് ചെയ്യണം. ഒരാൾ നൽകുന്നു, മറ്റൊരാൾ സ്വീകരിക്കുന്നു. നമ്മൾ ഏതു വസ്തുവാണോ കൊടുക്കുന്നത് അത് ഏറ്റവും ആദ്യം കൊടുക്കുന്നയാൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. എന്തെന്നാൽ സ്നേഹവും സന്തോഷവും ആദരവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്നുമാണ് മറ്റൊരാൾക്ക് ലഭിക്കുന്നത്. പലപ്പോഴും പരിസരത്തുള്ള ആരെങ്കിലും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ച് അവർക്ക് സന്തോഷം നൽകാറുണ്ട്. 1 മണിക്കൂർ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ 1 മണിക്കൂറിന് ശേഷം പിന്നെയും അവർ പഴയ പോലെ തന്നെ വിഷമിച്ച് തന്നെ ഇരിക്കും. ഇങ്ങനെ സംഭവിക്കാറില്ലേ? എത്ര നേരമായി ഇവരുടെ മൂഡ് ശരിയാക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും ഇവർ ശരിയാവുന്നേ ഇല്ലല്ലോ. ഇങ്ങനെ പറയാറില്ലേ? കൊടുക്കുന്നയാൾക്കാണ് ആദ്യം ലഭിക്കുക. കിട്ടുന്നയാൾക്ക് ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ദേഷ്യവും. ആദ്യം കൊടുക്കുന്നയാൾക്കാണ് ലഭിക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ആദരവാണ് വേണ്ടതെങ്കിൽ, സുഖം വേണമെങ്കിൽ, സന്തുഷ്ടത ലഭിക്കണമെങ്കിൽ ഒരിക്കലും വാങ്ങിക്കുന്നയാളുടെ സൈഡിൽ നിൽക്കരുത്. ഇവയെല്ലാം കൊടുക്കുന്നവരായി നിങ്ങൾ മാറുകയാണ് വേണ്ടത്. എന്തെന്നാൽ നൽകുന്നവർക്ക് തന്നെയാണ് ഇതെല്ലാം ആദ്യം ലഭിക്കുക. മാത്രമല്ല, നമ്മൾ എത്ര നൽകുന്നുവോ അത് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുവാനും തുടങ്ങും. അവ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇനി നമ്മൾ ദിവസവും ആർക്കെങ്കിലും ദേഷ്യം നൽകുകയാണെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് നമ്മുടെ ഉള്ളിലെ ദേഷ്യത്തിൻ്റെ സ്വഭാവം വളരെ വർദ്ധിച്ചതായി കാണാവുന്നതാണ്. ഇതിനു പകരം നമ്മൾ ദിവസവും എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും നൽകുകയാണെങ്കിൽ 10 ദിവസത്തിന് ശേഷം സ്നേഹവും ബഹുമാനവും നമ്മുടെ ഉള്ളിൽ തന്നെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് ഇക്കാര്യത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ വാങ്ങിക്കുന്ന സ്വഭാവത്തിൽ നിന്നും മാറി എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ഒന്ന് മാറി നോക്കാം. ഒരാഴ്ച, വെറും 7 ദിവസത്തേക്ക് മാത്രം ഇതൊന്ന് ചെയ്തു നോക്കിയാലോ? 7 ദിവസങ്ങൾ മാത്രം ഇതൊന്ന് ചെയ്തു നോക്കാൻ പറ്റുമോ? അടുത്ത 7 ദിവസങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങൾ സ്വയത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് ആരിൽ നിന്നും ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കാം. പറയൂ, എനിക്ക് ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ല. ഉച്ചത്തിൽ പറയണം. മുഴുവൻ വായുമണ്ഡലത്തിലും ഇത് വ്യാപിക്കണം. നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും എല്ലായിടത്തും ഇത് എത്തിച്ചേരണം. എനിക്ക് ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ല. എനിക്ക് സ്നേഹം ആവശ്യമില്ല. എനിക്ക് ബഹുമാനം ആവശ്യമില്ല. ഞാൻ ഇവയെല്ലാം നൽകുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നൽകുന്നു. എല്ലായ്പ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ ഇത് എൻ്റെ സ്വഭാവമാണ്. ഈ 3 വാചകങ്ങൾ നിങ്ങൾക്ക് ദിവസവും പറയാനാകുമോ? ഈ 3 വരികൾ നിങ്ങൾ എല്ലാ ദിവസവും പറയണം. ഇത് ഈസി അല്ലേ? അല്ലേ? നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാറില്ലേ? ആരുടെ അടുത്ത് നിന്നും ഒന്നും വാങ്ങിക്കരുത്. നമ്മുടെ വീട്ടിൽ എല്ലാം ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ എടുത്തുകൊണ്ടു കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും കുട്ടി സ്കൂളിൽ മറ്റാരുടെയെങ്കിലും വസ്തുക്കൾ എടുത്തുകൊണ്ടുവരും. മാതാപിതാക്കൾ ദിവസവും അവനെ പറഞ്ഞു പഠിപ്പിക്കും. നമുക്കൊന്നും ആവശ്യമില്ല, നമ്മുടെ വീട്ടിലെല്ലാം നിറയെ ഉണ്ട്. നീ വേണമെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തോളൂ. പക്ഷേ നീ ആരോടും ഒന്നും ചോദിച്ചു വാങ്ങരുത്.
ആരുടെയും സാധനങ്ങൾ അവർ അറിയാതെ എടുക്കരുത്. ആരിൽ നിന്നും ഒന്നും ബലം പ്രയോഗിച്ച് വാങ്ങിക്കാനും പാടില്ല. നമ്മുടെ കയ്യിൽ എല്ലാം നിറയുണ്ട്. നമ്മുടെ മനസ്സും ഒരു കുട്ടിയെപ്പോലെയാണ്. മനസ്സിനെയും ദിവസവും പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരുന്നു. പരമാത്മാവ് ഈ സൃഷ്ടിയിൽ അവതരണം ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്താണ് പഠിപ്പിച്ചു തരുന്നത്? ശാന്തി യാചിക്കരുത്, സന്തോഷം ആവശ്യപ്പെടരുത്, സ്നേഹം യാചിക്കരുത്. ഇത് നമ്മുടെ സ്വഭാവമാണ്, ആത്മാവിന്റെ സംസ്കാരമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ വിദ്യാലയത്തിൽ ഓം ശാന്തി എന്ന് പറയുന്നത്. ഓം ശാന്തി എന്നാൽ ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്, അഥവാ ശാന്തി എന്റെ സ്വഭാവമാണ് എന്നാണ് അർത്ഥം. ഞാൻ പ്രേമസ്വരൂപ ആത്മാവാണ്, എന്നാൽ പ്രേമം എന്റെ സ്വഭാവമാണ് എന്നാണ് അർത്ഥം. എന്താണോ നമ്മുടെ സ്വഭാവമായിട്ടുള്ളത് അത് നമുക്ക് ആരിൽ നിന്നും യാചിക്കേണ്ടി വരുന്നില്ല. നമുക്ക് ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക മാത്രമേ വേണ്ടൂ. ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മളിൽ നിന്നും എല്ലാവർക്കും അവ കിട്ടുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ആ ഗുണം വർദ്ധിക്കാൻ തുടങ്ങുന്നു. നമ്മൾ എപ്പോഴും നിറഞ്ഞിരിക്കും. അങ്ങനെ സന്തുഷ്ടത നമ്മുടെ സംസ്കാരമായി മാറുകയും ചെയ്യുന്നു. മറിച്ച് നമ്മൾ വേണം വേണം എന്ന് പറയുന്നവരുടെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാം ലഭിച്ചാലും നമുക്ക് സന്തുഷ്ടത അനുഭവപ്പെടുകയില്ല, സന്തുഷ്ടതയില്ല, മനസ്സ് കാലിയായി തോന്നുന്നു എന്ന് പറയും. എന്തെന്നാൽ നമ്മൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ സൈഡിലാണ് നിന്നിരുന്നത്.